എവിടെ? അംഗനവാടിയില്. അംഗനവാടിയിൽ എന്തോ വേണ്ടേ? ബിരിയാണി. ഉപ്പുമാവ് മാറ്റിട്ട് ബിരിയാണിയും എന്തോ പൊരിച്ച കോഴി പറയാം കേട്ടോ. നമുക്ക് പരാതി അറിയിക്കാം കേട്ടോ. കുഞ്ഞുങ്ങൾ എന്നും നമുക്കൊരു കൗതുകമാണ്. അത്തരം കൗതുകമുള്ള കാഴ്ചകൾ എപ്പോഴും നമ്മൾ കാണാറുണ്ട്. അത്തരം ഒരു കാഴ്ചയാണ് ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ തരംഗമായിക്കൊണ്ടിരിക്കുന്നത്. ഒരു കുഞ്ഞ്, ഒരു അംഗനവാടിയിൽ പഠിക്കുന്ന കുഞ്ഞാണ്, എന്തിനാണ് ടീച്ചർ ഞങ്ങൾക്ക് ഉപ്പുമാവ് മാത്രം തരുന്നത്, ഞങ്ങൾക്ക് ബിരിയാണി കൂടെ വേണമെന്ന് ആവശ്യപ്പെടുന്ന ആ റീൽ അത് കാണാതിരിക്കുന്നവർ ചുരുക്കമാണ്. ആ കുട്ടിയെ തിരക്കിയാണ് ഒടുവിൽ ഞങ്ങളുടെ യാത്ര എത്തി നിൽക്കുന്നത് ദേവികുളം ഗ്രാമപഞ്ചായത്തിലാണ്. ദേവികുളം ഗ്രാമപഞ്ചായത്തിലെ 1 നമ്പർ അംഗനവാടി. ആ അംഗനവാടിയിലെ ഒരു കൊച്ചു മിടുക്കനാണ് ഈ ചോദ്യം ചോദിച്ചത്. ഉപ്പുമാവ് തിന്ന് മടുത്തിട്ടാണോ അതോ ബിരിയാണിയുള്ള ഇഷ്ടം കൊണ്ടാണോ എന്നുള്ള കാര്യം ഇനി നമുക്ക് എന്തായാലും അറിയാം. എന്തായാലും ആ അംഗനവാടിയിലെ ടീച്ചറാണ് നമുക്കൊപ്പം ചേരുന്നത്. ടീച്ചറെ, എന്തായാലും അംഗനവാടിയിലെ ഉപ്പുമാവ് മോശമായിട്ടാണോ അതോ ബിരിയാണിയുള്ള ഇഷ്ടം കൊണ്ടാണോ എന്നറിയില്ല, എന്തായാലും ബിരിയാണി വേണമെന്ന ആവശ്യമാണ് കുഞ്ഞു മുന്നോട്ട് വെച്ചേക്കുന്നത്. യഥാർത്ഥത്തിൽ എന്റെ മോന് ഒരാഹാരങ്ങളും കഴിക്കാത്ത ഒരു വ്യക്തിയാണ്. എന്നാലും ഞങ്ങളിവിടെ ഒരാഴ്ചയിൽ 3 ദിവസം ചോറും 3 ദിവസം കഞ്ഞിയുമായിട്ടാണ് കൊടുക്കുന്നത്. പക്ഷേ ഞാനിന്ന് ഇവരെ പറ്റിക്കാറുണ്ട്. വെജിറ്റബിൾ ബിരിയാണി കൊടുത്തിട്ട്, സോയാബീൻ റോസ്റ്റ് ചെയ്തിട്ട് ബിരിയാണി വെച്ച് കൊടുത്തിട്ട് പറയും എന്നും ബീഫ് റോസ്റ്റും ബിരിയാണിയും. ടീച്ചർ, ഈ സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ വെജിറ്റബിൾ ബിരിയാണി വെച്ച് കൊടുത്തിട്ട് പറ്റിക്കുന്ന ആ ചോദ്യം ചോദിച്ച ആ കൊച്ചുമിടുക്കൻ. അതാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഈ ശങ്കുണ്ണി, ഇല്ലയോ? ശങ്കു ഇല്ലയോ? ശങ്കു എന്നല്ലേ പേര്? യഥാർത്ഥ പേരെന്തുവാ? സുന്ദരനോ? ത്രിജൽസ് എസ് സുന്ദർ ഇല്ലയോ? വീട്ടിൽ വിളിക്കുന്ന പേരെന്തുവാ? ബിരിയാണിയാണോ ഏറ്റവും ഇഷ്ടം? ആണോ? ബിരിയാണി മേടിച്ചു തന്നോ ടീച്ചർ? എന്നിട്ട് ടീച്ചറോട് മേടിച്ചു തന്നില്ലേ ടീച്ചർ? ഉപ്പുമാവാണോ ഇപ്പോഴും തരുന്നേ? ഇല്ലയോ? അപ്പം ഈ നമ്മുടെ ഈ അംഗനവാടിയിൽ എപ്പോഴും ഇനി ബിരിയാണി വേണമെന്നാണോ എപ്പോഴും? വേണം. പൊറോട്ട കഴിക്കാറില്ലേ? പൊറോട്ടയും ഇറച്ചിയൊന്നും വേണ്ട. പൊരിച്ച കോഴി മതി ഇല്ലയോ? പൊരിച്ച കോഴിയും ബിരിയാണിയാണ് വേണ്ടത്. എന്തായാലും ആവശ്യം വളരെ അത്യന്താപേക്ഷിതമാണ്. വീണ്ടും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താ? ഈ പൊരിച്ച കോഴിയും ബിരിയാണിയും എന്നുള്ളതാണ്. വീട്ടിൽ അച്ഛൻ മേടിച്ചിടാറുണ്ട്, അമ്മയും അച്ഛനൊക്കെ മേടിച്ചിടാറുണ്ട്. ബീഫ് മേടിച്ചത്? ചീസ്. ഓക്കെ. അപ്പൊ ഇന്ന് ഈ പൊരിച്ച കോഴി ടീച്ചർ മേടിച്ചരാമെന്ന് പറഞ്ഞോ? ഇല്ല. ടീച്ചറോട് ഇന്നെങ്കിലും പറയണം കേട്ടോ. ഒന്ന് പറഞ്ഞേ ടീച്ചറോടൊന്ന് പറഞ്ഞേ. ബിരിയാണി വേണ്ടായോ? ബിരിയാണി വേണം. എപ്പോഴെങ്കിലും കഴിച്ചിട്ടുണ്ടോ ഈ പൊരിച്ച കോഴിയും ബിരിയാണിയും? ഉണ്ട്. അപ്പൊ എന്തായാലും ഇനി പൊരിച്ച കോഴിയും ബിരിയാണിയും ഈ അംഗനവാടിയിൽ എല്ലാ കൂട്ടുകാർക്കും വേണോന്നാ ഇല്ലയോ? എവരിലൊക്കെ കഴിച്ചിട്ടുണ്ടോ? ചോദിച്ചോ? ബിരിയാണി കഴിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഈ ശംഖു പറയുന്ന പോലെ ബിരിയാണി തന്നെ വേണോ അംഗനവാടിയിൽ? വേണം. നിങ്ങൾ എല്ലാ ആവശ്യമാണോ? ബിരിയാണി വേണോ? ബിരിയാണി വേണോ? മുതിർന്ന ആൾ കൂടി ഇരിപ്പുണ്ട്. ബിരിയാണി വേണം. ബിരിയാണി തന്നെ വേണം. ഈ അംഗനവാടിയുടെ പൊതുവായ ആവശ്യമാണ് പൊരിച്ച കോഴിയും ബിരിയാണിയും. എന്തായാലും ഈ കേട്ടായിരുന്നോ കൂട്ടുകാരൻ പറഞ്ഞേ? എന്നിട്ട് ബിരിയാണി തന്നെയാണോ വേണ്ടേ? വേണം. ഇച്ചിരി ദിവസം പറ്റിക്കുമോ? പൊരിച്ച കോഴിയും ബിരിയാണിയും വേണം. ഈ കുട്ടികളുടെ ആവശ്യം അത് വളരെ നിഷ്കളങ്കമായ ഒരു ആവശ്യമാണ്. എന്തായാലും ഈ പൊരിച്ച കോഴിയും ബിരിയാണിയും എന്നുള്ളതാണ് ശംഖു മുന്നോട്ട് വെച്ചൊരു ആവശ്യം. ആ ആവശ്യത്തിൽ ആണ്ടെ കൂട്ടുകാരെല്ലാം ഇപ്പോൾ ഒപ്പം കൂടിയിരിക്കുകയാണ്. എന്തായാലും അവരുടെയും ആവശ്യമായി മാറുകയാണ്. ഈ വിഷ്വൽ എടുത്തത്, ആ സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ എടുത്തത് ഇവിടുത്തെ സ്ഥിരം ആളാണോ? അല്ല, ഞാൻ അമ്മയാണ്. ഇവിടെ വന്ന വഴിക്ക് എടുത്തതാണോ? ഇങ്ങനെ അത് വീട്ടിൽ വെച്ചെടുത്ത വീഡിയോ. ഇങ്ങോട്ട് വരാനുള്ള മടിയുണ്ടാവും പറഞ്ഞതാണോ? എന്നാലും ഈ ബിരിയാണി കിട്ടിയാലേ ഇങ്ങോട്ട് വരത്തുള്ളൂ. ബിരിയാണി പലതവണ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇഷ്ടപ്പെട്ടോ? ഉണ്ടാക്കി കൊടുക്കും, വാങ്ങിച്ചു കൊടുക്കും. പൊരിച്ച കോഴി എവിടെ നിന്ന്? പൊരിച്ച കോഴി ചുട്ടു മറ്റേ KFC വീട്ടിലുണ്ടാക്കി കൊടുക്കും. അല്ലാത്ത പുറത്തുനിന്ന് അങ്ങനെ ഇല്ല, ഞാൻ ആക്കി കൊടുക്കുമായിരുന്നു. വീഡിയോ എടുക്കാനുണ്ടായ സാഹചര്യം എന്താ? അയാൾ തന്നെ പറഞ്ഞ്. അത് കഴിഞ്ഞപ്പോൾ ഫോൺ അന്നേരം ഇല്ലായിരുന്നു. പിന്നെ പോയിട്ട് ഒന്നുകൂടെ ചോദിച്ചപ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞ് വേണമെന്നും പറഞ്ഞു. ഉപ്പുമാവ് വലിയ താല്പര്യം. ഇന്നലെയെങ്കിലും മേടിച്ചു കൊടുത്തോ? ഇല്ല. ആ പരാതി ഉണ്ട്.
എന്തായാലും അമ്മയാണ് ആ വീഡിയോ എടുത്തത്. എന്തായാലും ആ കുട്ടിയുടെ ആവശ്യം സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ ഇതിനോടകം തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റി ഒരുപാട് പേർ ഈ ജയിൽ പുള്ളികൾക്കടക്കം എന്തുകൊണ്ട് മേടിച്ചു കൊടുത്താൽ എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയാത്തതെന്ന ചോദ്യം കൂടി ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഈ വാർത്ത ഈ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരുന്നതിനോടൊപ്പം കുട്ടികളുടെ ആവശ്യമാണ്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരു ബിരിയാണിയെങ്കിലും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമെന്ന ആവശ്യം കൂടി ഈ കുട്ടികൾക്കിടയിൽ ഉണ്ട് എന്ന കാര്യം കൂടി മുന്നോട്ട് വെക്കുന്നു. ക്യാമറാമാൻ അരുൺ സാറിനൊപ്പം അരുൺ രാജ് 24 കൊല്ലം.